ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 23 വ്യാഴാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ഓടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ 8ാം ദിനമാണ്. കേരള ബോക്സ് ഓഫീസിൽ ഈ സിനിമ വലിയ രീതിയിലുള്ള ഒരു വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം പ്രേക്ഷക പിന്തുണ അത്രത്തോളമാണ് സിനിമയ്ക്ക്. ഇന്ന് 491 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 15,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോകുന്നത്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും കുറഞ്ഞ ദിവസ കളക്ഷൻ ആയിരിക്കുമെന്നുള്ളതാണ്. കാരണം എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ മികച്ച രീതിയിലാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 13% ഒക്യുപ്പൻസിയിൽ 25,21,000 രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ 45 ലക്ഷം രൂപയോളമായിരുന്നു, അതായത് 60 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ ഇന്നലെയും കളക്ഷൻ. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും സിനിമ 60 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇന്ന് സിനിമ 40 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളതാണ്. എന്തായാലും ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7 കോടിയും കടന്ന ചിത്രം 10 കോടി വേൾഡ് വൈഡ് ആയിട്ട് എത്തിയിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ബാൾട്ടി അടുത്ത ചിത്രമാണ്. ഇതൊരു ലോങ് റണ്ണിൽ തന്നെയാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. 28ാം ദിനത്തിലോടുന്ന ഈ ഒരു ചിത്രം 36 ഷോകളാണ് ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 319 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 49,000 രൂപയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലെ 1,60,000 രൂപയായിരുന്നു ഇന്നലെ കളക്ഷൻ വന്നെങ്കിൽ ഇന്ന് 49,000 രൂപ മാത്രമാണ്. അതായത് ഇന്ന് ഒരു 65-70 ലക്ഷം രൂപ വരെ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം ഈ സിനിമ നേടിയിരിക്കുന്നത് 7,71 ലക്ഷം രൂപയാണ്. അതായത് സിനിമയ്ക്ക് 9.5 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 14 കോടിയോളം കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ഒരു സിനിമയും മികച്ച രീതിയിൽ തന്നെയാണ്. ഒരുപക്ഷെ ഇത്ര റിലീസുകളില്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ ഇതിലും കൂടുതൽ കളക്ഷൻ നേടിയേനെമെന്നുള്ളതാണ്. കാരണം ഒരുപാട് പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് കാത്തിരിക്കുന്നു, അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അന്യഭാഷാ ചിത്രമായ തമ്മ ഇന്ന് 3ാം ദിനമാണ് കേരള ബോക്സ് ഓഫീസിൽ ഓടുന്നത്. 52 ഷോകളാണ് നമുക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ ദിവസവും സിനിമയുടെ കളക്ഷൻ ഇടിഞ്ഞു വരുന്നു, ആളുകൾ കാണുന്നതും നമുക്കറിയാം. അന്യഭാഷാ ചിത്രമായതുകൊണ്ട് ആ റേഞ്ചിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. 814 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 10% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 2,15,000 രൂപയോളം മാത്രമാണ് ഇന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് 3 ലക്ഷം രൂപ ആ റേഞ്ചിലാണ് സിനിമയ്ക്ക് ഇന്ന് കളക്ഷൻ വന്നിരിക്കുന്നത്. 2ാം ദിനം 3,70,000 രൂപ നേടിയ ചിത്രത്തിന് ഇന്ന് 2.25 ലക്ഷം രൂപയാണ് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 15 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഡീസൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. 7ാം ദിനമാണ് ഈ ഒരു അന്യഭാഷാ ചിത്രവും ഓടിക്കൊണ്ടിരിക്കുന്നത്. 21 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 325ഓളം ടിക്കറ്റുകൾ, ഇന്നലത്തേന് സമാനമായ ടിക്കറ്റ് വിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്നലത്തേക്കാൾ കൂടുതൽ ഒക്യുപ്പൻസി സിനിമയ്ക്ക് ഇന്ന് കാണുന്നുണ്ട്. അതായത് ഇന്നലെ 345 ടിക്കറ്റുകളാണ് ഫൈനലായി വിറ്റുപോയതെങ്കിൽ ഇന്ന് ഈ ടൈം കൊണ്ട് 325 എണ്ണമായി. 50,000 രൂപയാണ് സിനിമയുടെ കളക്ഷനായിട്ട് ഇന്ന് വന്നത്. ഇന്നലെ 51,000 രൂപയായിരുന്നു. എന്തായാലും 10 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്കാണ് ട്രാക്കിങ്ങിലൂടെ സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഡ്യൂഡ് എന്ന ചിത്രം മലയാളത്തിൽ വന്ന്, അല്ലെങ്കിൽ അന്യഭാഷയിൽ നിന്ന് മലയാളത്തിൽ വന്ന് വലിയ ഹിറ്റടിക്കുന്ന ഒരു സിനിമയായി മാറിയിരിക്കുന്നു. ഇന്ന് 7ാം ദിനം ഈ സിനിമയ്ക്ക് 408 ഷോകളിൽ നിന്ന് 8,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 12,46,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ 18 ലക്ഷം രൂപയോളമായിരുന്നു സിനിമയുടെ കളക്ഷനെങ്കിൽ ഇന്ന് 15 ലക്ഷം രൂപയോളം ട്രാക്കിങ്ങിലൂടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രാക്കിങ്ങിലൂടെ മാത്രമായി 2,56 ലക്ഷം രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടി നേടിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 100 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സിനിമ വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു വിജയമായി മാറുന്നു എന്ന് തന്നെ പറയാം. കീർത്തീശ്വരൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം പ്രദീപിൻ്റെ 3rd ഹാട്രിക് ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മമിത ബൈജു ആണ് ഇതിൻ്റെ നായിക. ശരത് കുമാറിൻ്റെ ഗംഭീരമായ ഒരു വേഷമുണ്ട്. അത് വളരെയധികം കയ്യടി നേടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ശരത് കുമാർ, അതായത് നമുക്കറിയാം ഇവിടെ നമ്മുടെ വലിയ ചിത്രങ്ങളിലെല്ലാം തന്നെ നമ്മുടെ പഴശ്ശിരാജയിലും ക്രിസ്ത്യൻ ബ്രദേഴ്സിലുമൊക്കെ ഉണ്ടായിരുന്ന അതേ ശരത് കുമാറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി കാന്താരയുടെ വിശേഷങ്ങളിലേക്ക് കടന്നു പോകാം. കാന്താര മിന്നുന്ന പ്രകടനവുമായി കേരള ബോക്സ് ഓഫീസിനെ മാത്രമല്ല വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനെയും ഞെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 581 ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 13,500ഓളം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ വിറ്റുപോയിരിക്കുന്നു. 20,75,000 രൂപയോളമാണ് സിനിമയുടെ ഇതുവരെയുള്ള ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത്. 22ാം ദിനം ഓടുന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 35 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്നും നേടുമെന്നുള്ളത് ഉറപ്പാകുകയാണ്. ഇന്നലെ ട്രാക്കിങ്ങിലൂടെ മാത്രം 34 ലക്ഷം രൂപ നേടിയ ചിത്രം ഏകദേശം 45 ലക്ഷത്തിന് മുകളിലാണ് ഇന്നലെയും കളക്ട്
ചെയ്യപ്പെട്ടത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 57 കോടിയിലേക്ക് ഈ ഒരു സിനിമ എത്തുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ 800 കോടി പോസ്റ്റർ കാത്തിരിക്കുന്നെങ്കിലും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരമാണെങ്കിൽ തീർച്ചയായും സിനിമ 800 കോടിയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ട്രാക്കേഴ്സും കണക്കുകൾ കുറച്ച് പറയുന്നെങ്കിലും ഒഫീഷ്യലായി നമുക്ക് വന്നിരുന്നത് 717 കോടിയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റുകളും അണിയറ പ്രവർത്തകരിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും കേരള ബോക്സ് ഓഫീസിൽ സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒട്ടുമിക്ക അവധി ദിനങ്ങളിലും സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിലാണ്. അക്ഷരാർത്ഥത്തിൽ കേരളവും തമിഴ്നാടും കർണാടകവും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മുഴുവൻ ഈ സിനിമയെ വലിയ രീതിയിൽ ഏറ്റെടുക്കുമ്പോൾ ഒറ്റയ്ക്ക് തോളിലേറ്റിയിരിക്കുകയാണ് ഹിന്ദി മേഖല എന്ന് തന്നെ പറയാം. ആകെ വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം ഈ സിനിമയ്ക്ക് ലഭിക്കാത്തത്. എന്നിരുന്നാലും അവിടെ നിന്നും 125 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന ആ ഒരു ചെറിയ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇന്ന് 14ാം ദിനത്തിലോടുന്ന ചിത്രം 3 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 6000-ഓളം രൂപ മാത്രമാണ് വന്നിരിക്കുന്നത്. അതായത് സിനിമയുടെ ഫൈനലായിട്ടുള്ള ഒരു കളക്ഷനായിട്ട് തന്നെ നമുക്കിതിനെ കൂട്ടാം. ഇനി ഒരു പക്ഷേ ശനി ഞായർ ദിനങ്ങളിൽ ഇതിന് കുറച്ചും കൂടെ മുന്നോട്ട് പോകാം. 40 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്ന ഈ ഒരു സിനിമ ഒരു മികച്ച വിജയമായി തന്നെ മാറിയിരിക്കുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമ ഫൈസൽ മുഹമ്മദാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു കുഞ്ഞൻ ചിത്രമായി വന്ന് വലിയ വിജയം കൊയ്തിരിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ബൈസൺ കാലമാടൻ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ 3ാമത് വന്നിരിക്കുന്ന ദീപാവലി ചിത്രമാണ്. അന്യഭാഷയിൽ നിന്ന് 137 ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2700-ഓളം ടിക്കറ്റുകൾ ഇന്ന് വിറ്റുപോയപ്പോൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഇടിവ് തന്നെയാണ് സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. 4,20,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നലെ 8 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നു. അതായത് ഇന്ന് സിനിമ ഒരു 5,5-6 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ട്രാക്കിങ്ങിലൂടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 65 ലക്ഷം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. അതായത് 1 കോടിയോളം സിനിമ നേടിയിരിക്കുന്നു. ഇനി ലോങ് റണ്ണിൽ റെക്കോർഡിട്ട് മുന്നോട്ട് പോകുന്നു. 57ാം ദിനമാണ് സിനിമയ്ക്ക്. 83 ഷോകൾ ഇന്ന് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1300-ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. ഇന്നും ഇടിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ 1600-ഓളം ടിക്കറ്റുകളാണ് ഫൈനലായി വിറ്റുപോയതെങ്കിൽ ഇന്ന് 1400 അല്ലെങ്കിൽ 450 ആ റേഞ്ചിലായിരിക്കാം ടിക്കറ്റുകൾ പോവുക. 2,20,000 രൂപയാണ് ഇതുവരെ വന്നത്. ഇന്നലെ 2,80,000 രൂപയാണ്. ഒരു പക്ഷേ നൈറ്റ് ഷോസിനൊക്കെ തിരക്ക് കൂടുകയാണെങ്കിൽ ഇതിന് മുകളിലേക്ക് പോകാനുള്ള ചാൻസുകൾ കാണുന്നു. എന്തായാലും ട്രാക്കിങ്ങിലൂടെ 111 കോടി 12 ലക്ഷം രൂപയും കടന്ന് സിനിമ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഫൈനൽ വരുമ്പോൾ 111 കോടി 14-15 ലക്ഷം രൂപയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 303.5 കോടി കഴിഞ്ഞിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ 124 കോടിയിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്തായാലും ഇതൊരു ലോങ് റൺ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ OTTയും കാര്യങ്ങളും ഒന്നും ഇതുവരെ സംഭവിച്ചില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, കാന്ത എന്ന ചിത്രത്തിൻ്റെ റിലീസ് വരെ ഈ സിനിമ തിയേറ്ററുകളിൽ ഉറപ്പായും ഉണ്ടാകും. അതായത് ഏകദേശം 70 ദിവസം 65-70 ദിവസം ഈ സിനിമ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ അല്ലെങ്കിൽ 80 ദിവസം റേഞ്ചിലേക്ക് ഉണ്ടാകും. ഒരുപക്ഷെ 100 ദിവസം കഴിഞ്ഞാലും നമുക്ക് അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. സമീപകാലത്തൊന്നും ഒരു മലയാള സിനിമ 100 ദിവസം ഓടിയ ചരിത്രവുമില്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷം എടുത്താൽ പോലും നമുക്ക് അങ്ങനെ ഒരു സിനിമ കാണാനില്ല. പോസ്റ്ററുകളിൽ മാത്രമാണ് അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നത്. എന്താണേലും ഒട്ടും ഫേക്കും കാര്യങ്ങളുമൊന്നും ഇല്ലാത്ത കളക്ഷനും കാര്യങ്ങളുമായിട്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാതിരാത്രി എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. സിനിമ മികച്ച വിജയമായി തന്നെ മുന്നോട്ട് പോകുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ 1,56 ലക്ഷം രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 2.25 കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത്. ഇന്ന് 300-ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 5,600-ഓളം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയിരിക്കുന്നത്. ഫൈനലായി പ്രതീക്ഷിക്കുന്ന ഏകദേശം 6,000, 7,000 ആ റേഞ്ചിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുമെന്നുള്ളതാണ്. ഇന്ന് 9% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 9,25,000 രൂപയോളമാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സിനിമ ഒരു വലിയ സക്സസ് ആയി മാറുന്നു എന്നുള്ളതും എടുത്ത് കാണുന്നു. ആളുകൾ കൂടുതൽ ഈ സിനിമയെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. രതീന ഷർഷാദ് സംവിധാനം ചെയ്ത നവ്യ നായരും ഷൗബിൻ സാഹിറുമാണ് സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. കൂടുതൽ വീഡിയോസും കാര്യങ്ങളുമായിട്ട് നമ്മൾ പുറകെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ഗ്രീൻ മീഡിയാസ്.